കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിൽ വീണ്ടും CPIM മുസ്ലിം ലീഗ് തർക്കം. പ്രാവി തലപ്പെരുമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് തർക്കം. ശിലാഫലകത്തിൽ നിന്ന് ഇടതുപക്ഷ കൌൺസിലർമാരുടെ പേര് MK മുനീർ MLAയുടെ ഓഫീസ് ഇടപെട്ട് മാറ്റിയെന്നാണ് ആരോപണം. ഉദ്ഘാടന ദിവസം CPIM മുൻ കൌൺസിലറുടെ പ്രതിഷേധത്തെ തുടർന്ന് MLA നാട മുറിച്ച് ചടങ്ങിൽ പങ്കെടുക്കാതെ മടങ്ങി. MLAയെ കൌൺസിലർമാർ അവഹേളിച്ചെന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. കൊടുവള്ളി നഗരസഭയിലെ 5 ഡിവിഷനുകൾക്ക് വേണ്ടി 71 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ആരോഗ്യ കേന്ദ്രമാണ്. ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സ്ഥലം MLA ആയ MK മുനീർ എത്തിയ സമയത്താണ് വലിയ പ്രതിഷേധം ഉയർന്നത്. അപ്പോൾ ഈ സംഭവത്തിന് ഇത്രയും പൈസന്റെ എന്തില്ല, ഈ ബിൽഡിംഗ് ഇതില്ല, ഇത് ഒറ്റ നിലയിലുള്ള ഒരു സാധനമാണ് എന്നുള്ള അതും തന്നെ എടുത്തെടുത്ത് എന്തുണ്ട്, ഒരുപാട് അപാകതകളുണ്ട്, കെല്ലാണ് ഇതിന്റെ നിർവഹണ ഏജൻസി എന്നുള്ള ഒരു പരാതി ജനസംസ്ഥാനം മൊത്തത്തിലുണ്ട്. അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് സാറ് തന്നെ എന്ത് ചെയ്യണോ, അതിന് സർക്കാരിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു നല്ല അന്വേഷണ ഏജൻസിയെ വെച്ചുകൊണ്ട് ഇതൊന്ന് അന്വേഷിപ്പിച്ച് ഞങ്ങൾക്ക് അതൊന്ന് എന്ത് ചെയ്യണം, അതിന്റെ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ സാറ് ഉൾപ്പെടെ പ്രതിയാണ്, MLA ഉൾപ്പെടെ പ്രതി പട്ടികയിൽ വരുന്നുണ്ട്. പറയുന്നതാണ് ജനം പറയുന്നത്, സാറിന് മാത്രമല്ല എന്നെയും പറയുന്നത്. ഞാൻ ഇവിടുത്തെ മുൻ കൗൺസിലറാണ്, എന്നെയും പറയുന്നത്. MK മുനീർ മാത്രമല്ല, ഇതിന് മുൻപുണ്ടായിരുന്ന കാരാട്ട് റസാഖ് MLAയും ഈ കെട്ടിടത്തിന് വേണ്ടി ആരോഗ്യ കേന്ദ്രത്തിന് വേണ്ടി പണം ചെലവഴിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഈ നിലവിൽ MLA മാത്രം എങ്ങനെ പ്രതിയാവുക? ഏതെങ്കിലും തരത്തിൽ അഴിമതി ഉണ്ടെങ്കിൽ 2020-21 വർഷത്തെ ആസ്തി വികസന ഫണ്ടിലാണ് കാരാട്ട് റസാഖ് 44 ലക്ഷം റുപ്യ അനുവദിക്കുന്നത്. പക്ഷേ ഇത് പ്രവൃത്തി ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് MK മുനീറിൻ്റെ കാലഘട്ടത്തിലാണ്. ഇത് ബിൽഡിംഗ് പോരായി വന്നപ്പോൾ 20 ലക്ഷം റുപ്യ MK മുനീർ MLA, 7 ലക്ഷം റുപ്യ NHMൻ്റെ സർക്കാർ ഫണ്ടുമാണ്. മൊത്തം 71 ലക്ഷം റുപ്യയാണ് ഈ ബിൽഡിങ്ങിന് ഉണ്ടായത്. പക്ഷേ 71 ലക്ഷം റുപ്യയുടെ വർക്കും അതിന് വേണ്ട ബിൽഡിങ്ങും ഇതില്ല എന്നുള്ളതൊരു പൊതുജന സംസാരമുണ്ട്. ആ ഒരു പരാതി, ആ ഒരു ആശങ്കയാണ് ഞങ്ങൾ ഇന്ന് MLA ആയിട്ട് പങ്കുവെച്ചത്. ഇതിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 5 കൗൺസിലർമാരുടെ പേരും ഇതിൻ്റെ ശിലാഫലകത്തിൽ വേണമെന്ന് MLAയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ കല്ലടിച്ച് വന്ന സമയത്ത് 2 കൗൺസിലർമാർ ഇത് വെട്ടിമാറ്റിയിട്ടുണ്ട്. ഇവിടെയുള്ള കൗൺസിലർ കോൺഗ്രസിന്റെ കൗൺസിലറാണ്. അവരെ അവഹേളിക്കുന്ന രൂപത്തിലായിപ്പോയി ആ സംഭവം. ഞാൻ 5 വർഷമായിട്ട് ഈ ഒരു പ്രാവിൽ ഡിവിഷന്റെ ജനപ്രതിനിധിയാണ്. കൺഫർമേഷൻ ഡിസൈൻ നമുക്ക് അയച്ചു തന്നപ്പം കോപ്പി തന്നപ്പോൾ അതിൽ ഈ പേരുകൾ ഉണ്ടായിരുന്നു. കല്ല് വന്ന സമയത്ത് ആ പേരുകളില്ല. MLA ഓഫീസാണോ അതോ നഗരസഭ ഓഫീസാണോ? ആണ് കൺഫർമേഷൻ MLA ഓഫീസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. ഈ വാർഡിന്റെ ജനപ്രതിനിധിയായിട്ട് ഇനിയിപ്പോൾ ഒരു മാസമാണെങ്കിലും അതിനി തുടരണമോ എന്നുള്ളത് എൻ്റെ പാർട്ടിയായിട്ട് മണ്ഡലം കമ്മിറ്റിയായിട്ട് തീരുമാനിച്ചിട്ടേ ചെയ്യുള്ളൂ. ചെയർമാനും MLAയും അധ്യക്ഷത 12 മണിക്കാണ് ഉദ്ഘാടനം വെച്ചത്. 11:30 മണിക്ക് ഇവിടെ വന്നിട്ട് ഈ പരിപാടി അലങ്കോലപ്പെടുത്തിയതാണ്. ഏതെങ്കിലും തരത്തിൽ ആരോപണം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാം, പരാതിക്കാർക്ക് നേരിട്ട് പരാതി നൽകാമെന്നാണ് UDFന്റെ നഗരസഭ ഭരിക്കുന്ന ലീഗിന്റെ നേതാവ് കൂടെ അബ്ദു വെള്ളറ പറയുന്നത്. അവർക്ക് അന്വേഷിക്കാം, അവരുടെ ഇടതുപക്ഷത്തിന് ആവശ്യപ്പെടാം, വിജിലൻസിനോട് അന്വേഷിപ്പിക്കുക ഒക്കെ ചെയ്യാം. MLA എന്ന് പറഞ്ഞാൽ അതിന് ഫണ്ട് അനുവദിച്ചു, അതിൻ്റെ ഉദ്ഘാടനത്തിന് ചെന്നു. MK മുനീറിനെ പോലെ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരാൾ ചെന്നപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ ഇടതുപക്ഷങ്ങൾ കരുതിക്കൂട്ടി അവഹേളിക്കുന്ന ഒരു രീതിയാണെന്നുണ്ടായത്. പ്രതിഷേധങ്ങൾക്കിടെ നാടൻ മുറിച്ച് ആ ചടങ്ങ് തീർത്തിട്ട് പെട്ടെന്ന് സ്ഥലം MLA ഇവിടെ നിന്ന് പോവുകയായിരുന്നു. ഏതായാലും കൊടുവള്ളി കേന്ദ്രീകരിച്ച് KSU MSF തർക്കമുണ്ടായിരുന്നു. അതിനുശേഷം ആ തർക്കം ലീഗ് കോൺഗ്രസിലേക്ക് മാറുകയും ചെയ്തിരുന്നു. അതൊക്കെ തന്നെ പരിഹരിച്ചു വരുന്ന ഘട്ടത്തിലാണ് വീണ്ടും ഒരു ആരോഗ്യ കേന്ദ്രത്തിന്റെ പേരിൽ വീണ്ടും കൊടുവള്ളിയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വലിയ തർക്ക വിഷയമായി മാറിയിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.